36 ഇഞ്ചിൻ്റെ പലോസോ കട്ടിങ്ങാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ആദ്യം ഒരു 36 ഇഞ്ച് മാർക്ക് ചെയ്യാം. താഴത്തുനിന്ന് മേലോട്ടേക്ക് ഒരു 36 ഇഞ്ച് മാർക്ക് ചെയ്തു. അതിനുശേഷം നമ്മൾ അപ്പുറത്തെ സൈഡും ഒരു 36 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യണം. അതിനുശേഷം ഒരു സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കുക. സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കുക. ഇനി നമ്മൾ 36 ഇഞ്ച് ലെങ്ത്തുള്ള ഒരു പലോസോൻ്റെ ബോട്ടം നമുക്കൊരു 13 ഇഞ്ച് നമുക്ക് ലൂസ് കൊടുക്കാം. തയ്യൽ തുമ്പ് അടക്കമാണ് നമ്മളൊരു 13 ഇഞ്ച് ലൂസ് കൊടുക്കുന്നത്. എത്രയാണോ ഫ്ലെയർ വേണ്ടത് നമുക്ക് അത്രയും കൊടുക്കാം. ഞാനൊരു 13 ഇഞ്ചാണ് തയ്യൽ തുമ്പ് അടക്കം ലൂസ് വയ്ക്കുന്നത് ബോട്ടത്തിൻ്റെ. അവിടെ നിന്നൊരു 2 ഇഞ്ച് മേലേക്ക് നമ്മൾ താഴെ മടക്കി അടിക്കാൻ കൊടുക്കണം, തയ്യൽ തുമ്പ് കൊടുക്കണം. അതിന് ഒരു സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കാം. അതിനുശേഷം നമ്മുടെ വേസ്റ്റ് റൗണ്ടാണ്. വേസ്റ്റ് റൗണ്ട് നമുക്കൊരു 30 ഇഞ്ചാണ് വേണ്ടത്. അതിലൂടെ നമ്മളൊരു 10 ഇഞ്ച് ചേർത്തിട്ട് 4 ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ 10 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ക്രോച്ച് ലെങ്ത്ത് നമുക്കൊരു 13.5 ഇഞ്ച് വയ്ക്കാം. 13.5 ഇഞ്ചാണ് ക്രോച്ച് ലെങ്ത്ത് വരിക. അത് മാർക്ക് ചെയ്യണം. ക്രോച്ച് ലെങ്ത്ത് 13.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തു. അതിനുശേഷം ഒരു 2 ഇഞ്ച് നമുക്ക് ക്രോച്ചിൻ്റെ അവിടെ നിന്ന് ഒരു കർവ് കൊടുക്കണം. ഇത് ഞാൻ ഒരു തെറ്റ് പറ്റി. നമുക്ക് മേലെ നമ്മൾ ഇലാസ്റ്റിക് വയ്ക്കാൻ ഒരു 3 ഇഞ്ച് മേലെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാനിപ്പോൾ മാർക്ക് ചെയ്തത്. അതിനുശേഷം നമുക്ക് അവിടെ ഒരു ലൈൻ വരച്ചിട്ട് ഒരു കർവ് കൊടുക്കാം. ക്രോച്ചിൻ്റെ അവിടെ ഒരു കർവ്, അല്ലെങ്കിൽ പാൻറ്റിൻ്റെ താഴ്ഭാഗത്ത് ഒരു തൂക്കൽ വരും. അതിനാണ് ഈ കർവ് നമ്മൾ കൊടുക്കുന്നത്. ബോട്ടം ലൂസ് നമ്മൾ 13 ഇഞ്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഷേപ്പ് ആക്കുക. കാലിൻ്റെ അവിടെ ഒരു സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കാം. ക്രോച്ച് ലൈൻ ഇതിനാണ് ബോട്ടം ലൂസിനോടേക്ക് ഒരു കർവ് വരയ്ക്കാം. ഇത്രയേ ഉള്ളൂ പലോസോ കട്ടിങ്. നമുക്ക് ഇനി ഇത് കട്ട് ചെയ്യാം. ആ ലെങ്ത്തിൽ കൂടെ കട്ട് ചെയ്യാനാണ്.